ഹായ് മൈ വ്യൂവേഴ്സ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഏറ്റവും നന്നായിട്ട് ടേസ്റ്റ് കിട്ടുക എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നാടൻ മാങ്ങകൾ ആദ്യം അതിൻ്റെ തൊലി കളഞ്ഞ് ഇതുപോലെ ചട്ടിയിലേക്ക് ഓരോന്നായിട്ട് ഇടുക. ഞാൻ എപ്പോഴും കുറച്ച് പുളിയുള്ള മാങ്ങകളാണ് കേട്ടോ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ ഓരോന്നായി തൊലി കളഞ്ഞ് ഞാൻ ഏകദേശം ഒരു 8-10 മാങ്ങകൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ചെറിയ പീസ് ശർക്കര അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി പച്ചമുളക് കീറിയത് ഒരു 4-5 പച്ചമുളക് കീറിയതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയാണ് നമ്മൾ അതിലേക്കുള്ള പൊടികൾ ചേർക്കാൻ പോകുന്നത്. ഒരുപാട് പൊടികളൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വളരെ കൂടുതലായിട്ട് ഇടരുത്, നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഭക്ഷണത്തിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത മെയിൻ ഐറ്റം നമ്മുടെ ഉപ്പ് കുറച്ച് ആവശ്യത്തിന് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കേണ്ട. നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്കിട്ട മാങ്ങകൾ മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊരു സ്പൂൺ എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നാലേ നമ്മളത് തിളപ്പിക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ടേസ്റ്റ് എത്തുള്ളൂ. അടുത്തതായിട്ട് കുറച്ച് തേങ്ങയാണ് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ തേങ്ങ. അപ്പോൾ അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറിയ ജീരകവും കൂടെ ഞാനതിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. എനിക്കതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മുടെ തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങാക്കൂട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കുക. 5 മിനിറ്റിന് ശേഷം നിങ്ങൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല വെട്ടി തിളക്കുന്ന ആ ഒരു നേരത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തൈര് ഒഴിച്ചു കൊടുക്കുക. തിളയ്ക്കാൻ പാടില്ല തൈര് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ജോലിയാണ് കടുക്, കറിവേപ്പില, ഉണക്കമുളക് എണ്ണയിൽ വാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.